ഞങ്ങളുടെ തൊട്ടടുത്ത പറമ്പിലേ പശു പ്രസവിച്ചതാട്ടാ. പ്രസവം കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ എത്തിയത്. അത് കാരണം കൊണ്ട് പ്രസവം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കുത്തിലില്ല, ഓടി വരില്ല പശു ഓടി വരുമോ? പശു എത്തിയത് പശുവിൻ്റെ ഓണറും ഉണ്ടായിരുന്നില്ല കേട്ടോ. പശു പ്രസവിക്കുമ്പോൾ ആളും അപ്പം തന്നെ അങ്ങോട്ട് ആരോ പറഞ്ഞിട്ട് ഓടി എത്തിയുള്ളൂ. അവർ വീട് 2 വീട് അപ്പുറമായിരുന്നു. അപ്പോൾ ബൈക്കിൽ റോഡിൽ കൂടെ പോണ ആൾക്കാർ അവരാണ് ഓണറെ അറിയിച്ചത് കേട്ടോ പ്രസവിക്കണത്. അപ്പം അവർ ശരിക്കും കണ്ടു എന്ന് പറഞ്ഞ് ഞാനങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും കുട്ടി വന്നിരുന്നു കേട്ടോ. കുട്ടീനെ ഇപ്പോൾ അമ്മ തുടച്ചു കൊണ്ടിരിക്കുകയാണ് നാക്കുകൊണ്ട്. അയ്യോ, പശുക്കുട്ടി തന്നെയാണ് കേട്ടോ കുട്ടി. അപ്പോൾ ഓണർക്ക് നല്ല സന്തോഷമായി പശുക്കുട്ടിയെ ഗാനമുണ്ട്. പിന്നെ അപ്പോൾ അവർ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പശുക്കുട്ടീനെ ഓട്ടോറിക്ഷ എടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ആൾ പോയി. അപ്പോൾ പശുക്കുട്ടി എണീറ്റ് നിൽക്കാനൊക്കെ ജസ്റ്റ് നോക്കുന്നുണ്ട് കേട്ടോ. പറ്റണില്ല. 1/2 മണിക്കൂർ കഴിയണമെന്ന് തോന്നണല്ലേ പശുക്കുട്ടി എണീറ്റ് നിൽക്കണമെങ്കിൽ. അതിന് അപ്പേക്കും പശുക്കുട്ടീനെ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകണ്ടാ. അപ്പോൾ ഓട്ടോറിക്ഷ അതേ വരുന്നുണ്ട്. ഞങ്ങളെ തൊട്ടടുത്ത പറമ്പിൽ തന്നെയാട്ടാണ്, തൊട്ടപ്പുറത്തെ പറമ്പിൽ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അറിഞ്ഞത്. സൗണ്ടും ബഹളമൊക്കെ കേട്ടപ്പോൾ ഓടി വന്നതായി. ഇനിയിപ്പോൾ പശുക്കുട്ടീനെ ഓട്ടോറിക്ഷയിൽ കയറ്റാണ് കേട്ടോ ആൾ. കയറ്റാൻ പോകാണ്. ഓട്ടോറിക്ഷയിൽ കയറ്റിയൊരു ഷീറ്റും കൊണ്ട് പിടിച്ചിട്ടിട്ട്. അപ്പോൾ പശുവിന് ആകെ വിഷമായിട്ട് പശു വെപ്പറം അടിക്കണ്. കുട്ടീനെ ഓട്ടോറിക്ഷയിൽ കയറ്റി. പശു ചെറുതായിട്ട് നിൽക്കുന്നുണ്ട്. പശുക്കുട്ടി നിൽക്കുന്നു. ഓട്ടോറിക്ഷ എടുത്തപ്പോൾ വീണതാന്ന് തോന്നുന്നു. പശുക്കുട്ടീനെ കൊണ്ടുപോയ വിഷമത്തിൽ ഇങ്ങനെ നിൽക്കാം. അയ്യോ പാവം തോന്നുന്നുണ്ടോ അതിനെ കണ്ട. ഇനി പശുവിനെ കൊണ്ടുപോകാനായിട്ട് ഉടമസ്ഥൻ വരാമെന്ന് പറഞ്ഞു, നടന്ന് വരാമെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ പ്ലാസൻ്റ് ഒന്നും പോയിട്ടില്ല കേട്ടോ പശുവിൻ്റെ. അതവർ വീട്ടിൽ ചെന്നിട്ട് എടുക്കുമെന്ന് പറഞ്ഞതേ പോണു. പ്ലാസൻ്റെ വള്ളി ഇതേ പശുവിൻ്റെ മേത്തുണ്ട്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഗുഡ് ബൈ.